ഹലോ ഡൂഡ്സ്, ഇന്ന് നമ്മളുള്ളത് നമ്മുടെ സ്വന്തം ബാംഗ്ലൂരിലെ ഫേമസ് ആയ ഒരു ബൊട്ടാനിക്കൽ ഗാർഡനിലാണ് കേട്ടോ. ലാൽബാഗ് ബൊട്ടാനിക്കൽ ഗാർഡൻ വളരെ ഫേമസ് ആയ ഒരു പാർക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു പാർക്കിനെ കുറിച്ചിട്ടാണ് പറയാൻ വന്നത്. നമ്മുടെ ബാംഗ്ലൂരിലെ പ്രശസ്തമായ ഒരു പൂന്തോട്ടമാണ് ലാൽബാഗ്. ഇത് കമ്മീഷൻ ചെയ്തത് മൈസൂർ രാജാവായിരുന്ന ഹൈദരലി ആയിരുന്നു കേട്ടോ. രണ്ട് പ്രധാന വാതിലുകളുള്ള ഈ പൂന്തോട്ടത്തിൽ ഒരു കായലുമുണ്ട്. കുറെ അധികം പക്ഷികളുടെ വാസസ്ഥലം കൂടിയാണിത്. ഞാറപ്പക്ഷിയാണ് ഇതിൽ പ്രധാനം. ഏകദേശം 240 ഏക്കറിലായി ബാംഗ്ലൂർ നഗരത്തിന്റെ തെക്ക് വശത്തായിട്ടാണ് ഈ ഒരു ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത്. നിരവധി പുഷ്പോത്സവങ്ങൾ ഇവിടെ നടക്കാറുണ്ട്. പ്രത്യേകിച്ചും റിപ്പബ്ലിക് ദിവസം ജനുവരി 26 നടക്കുന്ന പുഷ്പ പ്രദർശനം വളരെ ഫേമസ് ആണ്. 1760 ഹൈദരലി ആയിരുന്നു ഈ ഉദ്യാനത്തിന്റെ കെട്ടിടം പണി ആരംഭിച്ചത്. എങ്കിലും ഇത് പൂർത്തിയാക്കിയത് ടിപ്പു സുൽത്താൻ ആയിരുന്നു. നമ്മുടെ ഈ ഒരു പാർക്കിലോട്ട് എൻട്രി ഒക്കെ കഴിഞ്ഞ ശേഷം ഒരു മാപ്പ് നിങ്ങൾ കണ്ടല്ലോ അല്ലേ? ആ മാപ്പിലാണ് ഈ ഒരു 240 ഏക്കറുള്ള പാർക്കിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഉള്ളത്. അതായത് ഏകദേശം ഒരുപാട് സ്പോട്ട് ഇവിടെയുണ്ട്. ഫ്ലോറൽ ക്ലോക്ക്, മഹാരാജ പ്രതിമ, അക്വേറിയം, ബാൻഡ് സ്റ്റാൻഡ്, റോസാപ്പൂ തോട്ടം, തടാകം, നിരീക്ഷണ കേന്ദ്രം, സിൽക്ക് കോട്ടൺ മരം, ലോട്ടസ് പോണ്ട്, ഗ്ലാസ് ഹൗസ്, പ്രാവു മഞ്ചം, പ്രദേശ വിവര കേന്ദ്രം, ബോൺസായി മരത്തോട്ടം, കെമ്പാഗോണ്ട ഗോപുരം, ടോപ്പിയറി തോട്ടം, ജപ്പാനീസ് പൂന്തോട്ടം, ആധികാരിക ഓഫീസ്, ഇങ്ങനെ ഒരുപാട് സ്പോട്ട് ഈ ഒരു പാർക്കിലുണ്ട്. ഈ ഒരു പാർക്ക് ഓപ്പൺ ചെയ്യുന്നത് തിങ്കൾ മുതൽ ഞായർ വരെയും ഓപ്പൺ ആണ്. രാവിലെ 6 മണി മുതൽ രാത്രി 7 മണി വരെയാണ് പ്രവേശനം. ഒരാൾക്ക് 50 രൂപയാണ് ടിക്കറ്റ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിമനോഹരമായ കാഴ്ചയാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത്. ഫസ്റ്റ് എൻട്രൻസിലോട്ട് പോയ ശേഷം നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടുത്തെ ഈ ഒരു ചെറിയ കായലാണ്. അതിമനോഹരമായ വ്യൂ പോയിന്റ് ആയിരുന്നു ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിച്ചത്. ഒരുപാട് ആളുകൾ ഈ ഒരു പാർക്ക് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങളിങ്ങനെ നടന്നു പോയപ്പോൾ ഇവിടുത്തെ ബാമ്പു തോട്ടത്തിൻ്റെ ഇടയിലൂടെ ഒരുപാട് മങ്കീസ് ഉണ്ടായിരുന്നു. നല്ല രസമുള്ള കാഴ്ചയാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത്. ഒരുപാട് കുട്ടികൾ ആ ഒരു കുരങ്ങുകളോടൊപ്പം കളിക്കുന്നത് ഞങ്ങൾ കണ്ടു. ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. കാരണം നമ്മൾ വെളിയിൽ നിന്ന് കാണുമ്പോൾ ഇവിടെ മങ്കി ഉണ്ടോയെന്ന് നമുക്ക് അറിഞ്ഞില്ല. പക്ഷെ ഇങ്ങനെ നമ്മൾ അടുത്തോട്ട് പോകുമ്പോഴാണ് അറിഞ്ഞത്. അതിനുശേഷം ഇവിടുത്തെ ഒരു മെയിൻ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാട്ടർഫാൾ ഉണ്ട്, വെള്ളച്ചാട്ടം. പക്ഷേ ഈ ഒരു വെള്ളച്ചാട്ടം അവർ കൃത്രിമമായി ചെയ്യുന്നതാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരു പെർട്ടിക്കുലർ ടൈമുണ്ട്. ആ ഒരു ടൈമിൽ മാത്രമാണ് ഈ ഒരു വാട്ടർഫാൾസ് ഓപ്പൺ ആകുക. ഈ ഒരു സ്പോട്ട് കാണാൻ കുറച്ച് നടക്കണം. സോ അത്യാവശ്യം വെയിലുണ്ടായിരുന്നു. എന്നാൽ പോലും നമുക്ക് ആ ഒരു വാട്ടർഫാൾസ് കാണാനുള്ള ആകാംക്ഷയിലായതുകൊണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ ഭയങ്കര സ്പീഡിൽ ആ ഒരു സ്പോട്ടിലോട്ട് പോകാൻ തീരുമാനിച്ചു. ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആ ഒരു കാഴ്ച കണ്ടു. നല്ലൊരു കിടിലൻ വാട്ടർഫാൾസ് വ്യൂ ആയിരുന്നു നമുക്ക് കാണാൻ പറ്റിയത്. സോ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, ഭയങ്കര ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ഫീലായിരുന്നു. സൂപ്പർബായിരുന്നു. അപ്പോൾ അധികം വൈകാതെ തന്നെ ഒരുപാട് പേര് അവിടെ ഈ ഒരു വാട്ടർഫാൾസ് കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല ഒരു സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് അടുത്ത് പോകാൻ പറ്റില്ല, കാരണം അവർ ഒരു ടൈം കഴിഞ്ഞാൽ അത് ഓഫാക്കും. അപ്പോൾ അത് കാണാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഒരു എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പോൾ ഇവിടെ ഒരു കുറച്ച് വ്യൂ പോയിന്റ്സ് ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് ഈ ഒരു വാട്ടർഫാൾസ് കാണാൻ പറ്റും. ഇവിടെ ഒരുപാട് പേര് ഫോട്ടോഗ്രാഫീസ്, അതുപോലെ തന്നെ അവരൊക്കെ വന്നിട്ട് നമ്മുടെ അടുത്ത് ഫോട്ടോസ് എടുത്ത് തരണോ, നമുക്ക് ഫ്രെയിം ചെയ്ത് തരാം എന്നൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അതിനൊന്നും നിന്നില്ല. ഇത് കണ്ടില്ലേ, 7 മണി ടു 7:30, മണി മുതൽ 8:30, 12 ടു 12:30, 4 ടു 4:30, അങ്ങനെ കുറച്ച് ടൈംസ് ഉണ്ട്. ആ ഒരു ടൈമിലാണ് ഈ ഒരു വാട്ടർഫാൾസ്. ഇവിടെ കുറച്ച് ഫോറിനേഴ്സും ഈ ഒരു വ്യൂ പോയിന്റ് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, ഒരുപാട് പേര് ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. ഒരു വല്ലാത്തൊരു വൈബായിരുന്നു ഈ ഒരു വാട്ടർഫാൾസ് കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്തത്.
നിങ്ങൾ ബാംഗ്ലൂർ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോയിട്ട് ഈ ഒരു വ്യൂ പോയിന്റ് തീർച്ചയായും കാണേണ്ടത് തന്നെയാണ്. അത്രയും മനോഹരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും നടന്നപ്പോൾ ഒരുപാട് ഫുഡ് സ്പോട്ട് ഉണ്ടായിരുന്നു. ബേൽപൂരി, അതുപോലെ തന്നെ സോഡ, അതുപോലെ തന്നെ വെജിറ്റബിൾസിനും കൊണ്ടുണ്ടാക്കി ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സ്, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫുഡ്സ് ഇവിടെ നമുക്ക് കാണാൻ പറ്റി. അതുകൂടാതെ തന്നെ ഒരുപാട് പേര് ഇവിടെ നിന്ന് ഫോട്ടോഗ്രാഫീസും അതുപോലെ തന്നെ വ്യൂ പോയിന്റ്സൊക്കെ ഫോട്ടോസ് എടുത്ത് ഫ്രെയിം ചെയ്ത് വെക്കുന്ന ഒരു കാഴ്ച ഞങ്ങൾക്ക് കാണാൻ പറ്റി. വീക്ക് ഓഫ് ആയതുകൊണ്ട് ഒരുപാട് ക്രൗഡ് ഉണ്ടായിരുന്നു. ഫാമിലി മുതൽ സ്റ്റുഡൻസ് വരെ എല്ലാവരും ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത്രയും മനോഹരമായ കാഴ്ചകളായിരുന്നു ഈ ഒരു ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. സോ ഈ ഒരു വീക്ക് ഓഫ് ടൈമിൽ വരികയാണെങ്കിൽ ഒരുപാട് ക്രൗഡ് ഉണ്ടാവും. അല്ലാത്ത ടൈമിൽ ഇവിടെ അത്ര ക്രൗഡ് ഉണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ നേരെ പോയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു ഗാർഡൻ കാണാൻ പറ്റി. ഇവിടെയാണ് ശരിക്കും ഇവിടുത്തെ മെയിൻ ഗാർഡൻ എന്ന് പറയുന്നത്. ഇവിടെ ജാനുവരി 26 റിപ്പബ്ലിക് ഡേക്ക് ഫ്ലവർ ഷോ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അന്ന് വരാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു മേക്കിംഗ് അവർ എടുത്ത ശേഷം എല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ പോയപ്പോൾ കണ്ടത്. കിഡ്സ് മുതൽ എല്ലാവരും ഈ ഒരു പാർക്കിലോട്ട് വരാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വീക്ക് ഓഫ് ആയതുകൊണ്ട് ഒരുപാട് പേര് ഉണ്ടായിരുന്നു, കപ്പിൾസും ഉണ്ടായിരുന്നു. സോ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു പാർക്കിൽ. കാരണം 240 ഏക്കർ ഫുൾ ഈ ഒരു ബൊട്ടാണിക് ഗാർഡനാണ്. അതുകൂടാതെ തന്നെ ഇവിടെ നമ്മൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇവിടെ ഒരു വണ്ടി അവർ അറേഞ്ച് ചെയ്യും. അതിന് സെപ്പറേറ്റ് നമ്മൾ ക്യാഷ് കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ എല്ലാ സ്പോട്ടും, അതായത് 20+ സ്പോട്ടുണ്ട്, ഈ സ്പോട്ടെല്ലാം ഇവർ നമുക്ക് കാണിച്ചു തരും. ആ ഒരു സ്പെസിഫിക്കേഷനും ഇവിടെയുണ്ട്. ഡൂഡ്സ്, നിങ്ങൾ ശരിക്കും ഫാമിലി ആയിട്ട് വന്ന് ഈ ഒരു സ്പോട്ട് ആസ്വദിക്കാൻ കഴിയും. അത്രയും മനോഹരമായ ഒരു സ്പോട്ടാണ്. എവിടെ നോക്കിയാലും നല്ലൊരു പച്ചപ്പും അതുപോലെ തന്നെ നല്ല ഗാർഡൻ വ്യൂ ഒക്കെ ഉള്ള ഒരു സ്പോട്ട് തന്നെയാണ്. എനിക്ക് ചില വ്യൂസൊക്കെ കണ്ടപ്പോൾ നമ്മുടെ പാലക്കാട് മലമ്പുഴയൊക്കെ നമുക്ക് ഓർമ്മ വന്നു. സോ അതുപോലത്തെ അതിലും നല്ലൊരു പാർക്ക് തന്നെയാണ്. പക്ഷേ ഈ ഒരു പാർക്കിൻ്റെ ഉള്ളിലോട്ടൊന്നും ഇവർ നമ്മളെ കിടത്താൻ സമ്മതിക്കില്ല. കാരണം ഇങ്ങനെ ഒരു വ്യൂ പോയിൻ്റൊക്കെ നമുക്ക് കാണുമ്പോൾ നമുക്ക് ശരി ഉള്ളിൽ പോകാൻ തോന്നും. പക്ഷെ അതിൽ അവർ എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്, നമുക്ക് പോകാൻ പറ്റില്ല. അതുകൂടാതെ തന്നെ ഒരുപാട് ഫോറിനേഴ്സ്, ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ഫോറിനേഴ്സ് ഇത് കാണാൻ വന്നിട്ടുണ്ട്. സോ എല്ലാവരും ഭയങ്കര ആസ്വദിച്ചിട്ടാണ് ഈ ഒരു സ്പോട്ടെല്ലാം കാണുന്നത്. ഇതാണ് നമ്മുടെ ഫ്ലവർ ഷോ കഴിഞ്ഞ ശേഷം അവർ പാക്ക് ചെയ്യാനുള്ള കാഴ്ചകളാണ് ഞാൻ കാണുന്നത്. ഇത് കണ്ടില്ലേ, നമ്മുടെ മയിലിൻ്റെ വ്യൂ കണ്ടില്ലേ, സൂപ്പർബായിട്ടില്ലേ. ഇതൊക്കെ ഭയങ്കര ഭംഗിയോടെ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇതിനെയും കാട്ടി ഭംഗി നമുക്ക് നേരിട്ട് കാണുമ്പോഴാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് കൂടി ഉള്ളിലോട്ട് പോയപ്പോഴാണ് ഒരുപാട് വ്യൂ പോയിന്റ്സ് ഉണ്ടായിരുന്നു, ഒരുപാട് മരങ്ങളുണ്ടായിരുന്നു. അവിടെ ഒരുപാട് പേർക്ക് ഇരിക്കാനുള്ള റെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഒരുപാട് ചിറ്റ്ചാറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയായിരുന്നു അത്. സോ കുറച്ച് ദൂരം പോയപ്പോഴാണ് ഞങ്ങൾ ഒരു സ്പോട്ട് കണ്ടെത്തിയത്. ആ ഒരു സ്പോട്ടിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ബാംബു ഏരിയ ആണ്. പക്ഷേ ആ ഒരു ഏരിയയിലോട്ട് പോകുമ്പോൾ ഭയങ്കര ഡേഞ്ചറാണെന്ന് അവർ പറഞ്ഞു. കാരണം അതിലെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഈ മുളയുള്ള സ്ഥലത്തൊക്കെ പാമ്പുകൾ ഉണ്ടാവുമെന്ന് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു സ്ഥലത്തോട്ട് ഞങ്ങൾ ഒരുപാട് ദൂരം പോയില്ല, ഒരു ഡേഞ്ചർ ഏരിയ ആയതുകൊണ്ട്. വീണ്ടും നടന്നപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് കിടിലൻ വ്യൂ പോയിൻറ്റ്സ് കാണാൻ പറ്റി. പിന്നെ ഞങ്ങൾക്ക് കിടലൻ വ്യൂ പോയിന്റ് കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യകാന്തി ചെടിയെ കാണാൻ പറ്റി. ഫസ്റ്റ് ടൈമാണ് ഞാൻ സൂര്യകാന്തി ചെടി കാണുന്നത്. അത് വല്ലാത്തൊരു ഫീൽ തന്നെയായിരുന്നു. കാരണം ഒരുപാട് സിനിമയിലൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ സൂര്യകാന്തി ഞങ്ങൾക്ക് കാണാൻ പറ്റി.
അതിനുശേഷം ഞങ്ങളൊരു കിടിലൻ മരം കണ്ടു കേട്ടോ. ഇതൊരു കോട്ടൺ ട്രീ ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ട്രീ 200 വർഷം പഴക്കമുള്ളൊരു മരമാണ്. നല്ലൊരു കിടിലൻ വ്യൂ പോയിൻ്റ് ആയിരുന്നു. കാണുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്തൊരു അവതാർ ഫിലിമിലൊക്കെ കാണുന്ന ഒരു മരം പോലെ തോന്നി. 200 വർഷം പഴക്കമുള്ള മരം എന്നാണ് ഇവർ പറയുന്നത്. ഇത് ഒരു നല്ല കിടിലൻ വ്യൂ തന്നെയായിരുന്നു. ഒരു അത്ഭുതം തോന്നിപ്പോയി. കാരണം ഇത് കാണുമ്പോൾ ശരിക്കും ഒരു വല്ലാത്തൊരു പേടി തോന്നുന്ന ഒരു മരമായിരുന്നു. സോ അതൊക്കെ കണ്ട ശേഷം ഞങ്ങൾ യാത്ര തിരിച്ചു. സോ വൺ ഓഫ് ദ ബെസ്റ്റ് സ്പോട്ട് ഇൻ ബാംഗ്ലൂർ. സോ ഗൈസ്, hope this video both you liked a lot. So just share maximum and like, support and comment your review. Thank you so much.